എന്താണ് ആകെ കറുത്ത് ശബരിമലയ്ക്ക് പോകാൻ പോകുന്നു? സർ, ഇത് കളിയല്ല സർ, ഇത് കാര്യമാണ്. ഞാൻ ശബരിമല കാര്യമാണ്. അതെ, പക്ഷേ ലൈക്ക് എൻ്റെ കോസ്റ്റ്യൂമിനെ പറ്റി പറയുമ്പോൾ ഞാൻ അതിനൊരു പേർപ്പസോട് കൂടിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ സർ കേട്ട് കാണും, നമ്മുടെ ഇസ്കോണിൻ്റെ ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറഞ്ഞ പ്രീസ്റ്റിനെ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിഷേധമായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആകെ ഈ പത്രികയിൽ വന്ന് കൊണ്ടുവന്ന് പറയുക, അതേമാതിരി ഒരു ബ്ലാക്കിൽ പത്രികയിൽ കറുത്ത ഉടുപ്പിൽ പ്രത്യക്ഷപ്പെടുക. അതെ അതെ, ഇതുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് പോലെയാണ് ഞാൻ ഇതിൻ്റെ ഒരു സെലക്ഷൻ. ഇരിക്കട്ടെ, ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രൊട്ടസ്റ്റ്, ബട്ട് വാട്ട് എക്സാക്ട്ലി ആരാണ് ഈ ചിന്മയ കൃഷ്ണദാസ്? ചിന്മയ് കൃഷ്ണദാസ് ഇസ്കോണിൻ്റെ ഒരു പ്രീസ്റ്റാണ്. അപ്പോൾ ഹിന്ദുസിൻ്റെ എഗൻസ്റ്റ് കുറേ അട്രോസിറ്റീസ്, ഹിന്ദുസ് മാത്രമല്ല പൊതുവെ മൈനോറിറ്റീസിൻ്റെ എഗൻസ്റ്റ്, പക്ഷേ മെയിൻലി ഓബ്വിയസ്ലി അവിടെ ഹിന്ദുസാണ് മെയിൻ മൈനോറിറ്റി. അപ്പോൾ അതിൻ്റെ എഗൻസ്റ്റ് അറ്റാക്സ് വന്നപ്പോൾ 2 വലിയ പ്രൊട്ടസ്റ്റ്സ് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എതിരെ ഓഗസ്റ്റിൽ നടന്ന പ്രൊട്ടസ്റ്റിൻ്റെ എതിരെ ഇപ്പോൾ ഒരാൾ ഫ്ലാഗിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് അതിപ്പോൾ ഗവൺമെൻറ് സെഡിഷൻ കേസാക്കിയിട്ടുണ്ട്. മറ്റേ എന്താ പറയുക, ജയിലിൽ അയച്ചിട്ടുണ്ട്, ബെയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇയാളെ ജയിലിൽ അയക്കണതിൻ്റെ ഇടയിൽ ഒരു വക്കീലും മരിച്ചിട്ടുണ്ട്. അതും ഗവൺമെൻറ് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് വേയിലാണ് ട്വിസ്റ്റ് ചെയ്ത് ഇസ്കോൺ തന്നെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ, അപ്പോൾ ഒട്ടും ശരിയാവുന്നില്ല കാര്യങ്ങൾ അവിടെ പോക്ക്. ഒന്ന്, ചിന്മയ കൃഷ്ണദാസ് ഒരു വലിയ മാസ് ലീഡറാണ്. കറക്റ്റ്. ഹിന്ദു ലീഡറാണ്, ബട്ട് അസാമാന്യമായ ജനപിന്തുണയുള്ള ആളാണ്. കറക്റ്റ്. അപ്പോൾ ഇങ്ങേരുടെ യോഗങ്ങൾക്ക് ഭയങ്കരമായ ആൾ കൂടുന്നു, ഇങ്ങേരുടെ ആഹ്വാനം ജനങ്ങൾ ചെവിക്കൊള്ളുന്നു. ഇദ്ദേഹം കാവിക്കൊടിയാണ് ഉയർത്തിയത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ കാവിക്കൊടി ഉയർത്തിക്കൂടാ എന്നൊരു നിയമമൊന്നുമില്ല. കാവിക്കൊടി ഉയർത്തുന്നത് ബംഗ്ലാദേശ് പതാകയെ അപമാനിക്കാനുമല്ല. അപ്പോൾ അത് അപമാനിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യനെ അവർ പിടിച്ചുകൊണ്ട് പോയത്. പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. പിന്നെ വീണ്ടും സെക്കൻഡ് റൗണ്ട് ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ കൊടുത്തില്ല, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇപ്പോൾ ബംഗ്ലാദേശ് പറയുന്നത് ഇസ്കോൺ ഒരു മത തീവ്രവാദ സംഘടനയാണ് എന്നാണ്. ഇപ്പോൾ മലയാളം ചാനലുകളിലൊക്കെ ഇപ്പോൾ സ്ക്രോള് പോകുന്നുണ്ട്, മത തീവ്ര സംഘടനയാണ് എന്ന് ബംഗ്ലാദേശ്. ഈ സാധനം ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മലയാളം ചാനലുകൾ അറിഞ്ഞില്ല, സ്ക്രോൾ ചെയ്തില്ല. പക്ഷെ അങ്ങേര് മതതീവ്രവാദിയാണെന്ന് ബംഗ്ലാദേശ് പറഞ്ഞപ്പോൾ ഇവർ ഒരു അപ്രൂവലോട് കൂടിയാണ് ഈ സ്ക്രോൾ പോകുന്നത്. മലയാളം ചാനലുകൾക്കും ആ അഭിപ്രായമുണ്ട്. മലയാളം ഡീപ് സ്റ്റേറ്റ് ഒന്നുമല്ല, ഇതൊക്കെ പെരിഫറിയിലുള്ളതാണ്. 2 അടി കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന കേസാണ് ഇതൊക്കെ. ഡീപ് സ്റ്റേറ്റൊക്കെ ഇറ്റ്സ് ബിഗ് വേൾഡ്. ദിസ് ഈസ് ഓൾ സ്മോൾ നോൺസെൻസ് ആൻഡ് മിസ്ചീഫ് പ്ലേഡ് ബൈ മലയാളം മീഡിയ. If I was at the helm of affairs, this would not have been happening. Probably that is why I am not at the helm of affairs. അപ്പോൾ ഇതിങ്ങനെ ഒരു ചുരുക്കോട് കൂടിയാണ്, മിസ്ചീഫായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഢാക്ക ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജിയും പോയിട്ടുണ്ട്. ഇവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിക്കണം ഇസ്കോണിനെ. ഇപ്പോൾ ഇസ്കോൺ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അതാണ് ഇസ്കോൺ. അവർക്ക് ക്ഷേത്രങ്ങളുണ്ട്, പ്ലസ് പബ്ലിക് ഡിസ്പ്ലേ എന്നുള്ള രീതിക്ക് അവർ നല്ല ഭജന നടത്തും. ഇത്രയും മനോഹരമായ ഭജനയും അതിൻ്റെ കൂടെയുള്ള നൃത്തവും വരെ കാണാൻ പ്രയാസമാണ്. കൂടുതലും സായിപ്പന്മാരാണല്ല ഇസ്കോണിൽ. അപ്പോൾ അവർക്ക് അവരുടേതായ ഉച്ചാരണമൊക്കെ ഉണ്ട്. നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന പോലെ അല്ല അവർ പറയുന്നത്. നമ്മൾ ഹരേ ഹരേ എന്ന് പറയുന്നത് അവർ ഹാഴേ ഹാഴേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബട്ട് ഒരു രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അവർക്ക് രായ എങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് അവരുടെ ഒരു സിൻസിയറിറ്റിയും നമുക്ക് ഫീൽ ചെയ്യാം. സിൻസിയറിറ്റിയും അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ സിംപ്ലിസിറ്റി, അവരുടെ ഡ്രസ്സിൻ്റെ സിംപ്ലിസിറ്റി,
അവരുടെ ക്ഷേത്രങ്ങളിലുണ്ടല്ലോ എന്താ നീറ്റ്നെസ് എന്നറിയാം. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഭക്ഷണം കിട്ടുന്ന ക്ഷേത്രം ഇസ്കോണ്ടെ ആയിട്ട് മാറിയപ്പോൾ. ഈ ഹിന്ദുക്കൾ, ഞാനടക്കം പലപ്പോഴും പൊങ്ങച്ചം പറയും, അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വൈക്കത്ത് നടയടയ്ക്കുന്നത്. ഭാഗ്യം ആരും വരാറില്ല, വന്നാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. രാത്രിയിൽ നടയടയ്ക്കുന്നതിന് മുമ്പ് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ച് ഒരാൾ പറയാണ് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ നീ കുടുങ്ങും. കാരണം എല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ അണിച്ചിട്ട് ലാസ്റ്റാണ് ഈ നടയടയ്ക്കുന്നത്. ആ സമയത്ത് അമ്പലത്തിൽ ഭക്ഷണമൊന്നുമില്ല. ഇസ്കോണിൽ അങ്ങനെയല്ല. അവരുടെ അമ്പലം തുറന്നിരിക്കുമ്പോൾ യു വിൽ ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ഈ പറഞ്ഞ പോലെ ചോറും സാമ്പാറും വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല, ബട്ട് വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും അവിടെ റെഡിയായിരിക്കും. പഞ്ചപാവങ്ങളാണ്. എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ബട്ട് ചിന്മയ കൃഷ്ണദാസിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു 6 പോയിൻ്റ് ഡിമാൻഡ് ഉണ്ടാക്കി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങി ധൈര്യമായിട്ട്. മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, മൈനോറിറ്റിയെ ഉപദ്രവിച്ചാൽ പോകാനായിട്ടൊരു ട്രിബ്യൂണൽ വേണം, സർക്യൂട്ടസ് റൂട്ട്. ഇപ്പോൾ പോലീസിൽ ഒരു പരാതി കൊടുത്തു, അയാൾ മൊഴിയെടുത്തു, മറ്റേത് ചെയ്തു, ആ റൂട്ടല്ലാതെ നേരിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ട്രിബ്യൂണൽ വേണം. പിന്നെ ഈ കാര്യം ബോൾഡായിട്ട് പറഞ്ഞു. 1951 പാകിസ്ഥാൻ ഉണ്ടാകുന്ന കാലത്ത് 22% ഉണ്ടായിരുന്നു. 1951 സെൻസസ് അനുസരിച്ച് 22%. ഇപ്പോൾ 7% ആയി. ഇതെങ്ങനെ കുറഞ്ഞു? ഇത്രയധികം ജനസംഖ്യ എങ്ങനെ കുറഞ്ഞു എന്ന് ഹിന്ദു സമാജം സ്വയം പരിശോധിക്കണം. ഇതാണ് ചിന്മയുടെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ്. ഇതൊക്കെ മുഹമ്മദ് യൂനിസിന് പ്രയാസം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. ഇതെല്ലാം ഫലത്തിൽ മുഹമ്മദ് യൂനിസിൻ്റെ നേർക്കാണല്ലോ പോകുന്നത്. ഫുൾ ചാലഞ്ച് ചെയ്യണ പോലെ. മുഹമ്മദ് യൂനിസ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ് ആണ്. വിച്ച് ഗവൺമെൻറ്? എ നോൺ എക്സിസ്റ്റന്റ് ഗ്രൗണ്ട്. ഒരു ഗവൺമെൻറ് ഇല്ല ബംഗ്ലാദേശിൽ. മാത്രമല്ല ടെക്നിക്കലി ഷെയ്ഖ് ഹസീനയാണ് ഇപ്പോഴും ബംഗ്ലാദേശ് ഒരു കടലാസ് കിട്ടിയില്ല. കോൺസ്റ്റിറ്റ്യൂഷണലി ഷീ സ്റ്റിൽ കണ്ടിന്യൂസ്. പക്ഷേ സർ, അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയാണ് അവർ യൂസ് ചെയ്യണത്. ഇപ്പോൾ ആർക്കും ഇയാൾ മുഹമ്മദ് യൂനിസ് ഞാൻ അഡ്വൈസറാണെന്ന് പറയുന്നത് പുള്ളി അങ്ങ് ഭരണം നടത്തുകയാണ്. പുള്ളിയുടെ മഹത്വം എന്താ? നോബൽ സമ്മാനം കിട്ടി. നോബൽ സമ്മാനം എന്തിനു കിട്ടി? ഈ മൈക്രോ ഫിനാൻസ് ചെയ്ത്. ചിട്ടിയല്ല, മൈക്രോ ഫിനാൻസ്. ചിട്ടിയൊക്കെ നടത്തിയത് നമ്മുടെ ഒരു ഗോകുലിൻ്റെ സ്റ്റാറ്റസ് എങ്കിലും ഉണ്ടെന്ന് പറയാനായിരുന്നു. ഇത് അതുപോലുമില്ല. SNDP യോഗത്തിൻ്റെ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ട് അദ്ദേഹം ചെയ്തതാണ് ഈ മൈക്രോ ഫിനാൻസ്. ആ സാധനത്തിന് നോബൽ സമ്മാനം കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഒരു 4 നോബൽ സമ്മാനം കൊടുക്കണ്ടേ? ഇതല്ലാതെ വേറെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്തു. ഇത് ഒരു ലെഫ്റ്റ് ഹാൻഡ് ജോബായിട്ടാണ് വെള്ളാപ്പള്ളി ചെയ്തത്. സോ വെള്ളാപ്പള്ളിയുടെയോ ഗോകുലിൻ്റെയോ സ്റ്റേച്ചർ പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ച് നോബൽ സമ്മാനം കൊടുത്ത് വലുതാക്കി അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അയാളെ കൊണ്ടുപോയി അവിടെ വാഴിച്ച് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാമില്ല. ഇന്ത്യൻ ഗവൺമെൻറ്റും പറഞ്ഞിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ് ആണ്, എന്താ പറയുക, ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പിടിക്കണതിന് പകരം നിങ്ങൾ എഫക്റ്റഡ് പാർട്ടിയെ, ഞങ്ങളുടെ ഹിന്ദു പ്രീസ്റ്റ്സിനെ നിങ്ങൾ അകത്തേക്ക് ആക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത് ഒരു നെയ്ബറിങ് കൺട്രി ഒരിക്കലും ഇങ്ങനെ പറയണ്ട, ഞങ്ങളുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സാണ്, ഫ്രണ്ട്ലി റിലേഷൻസ്. ഇൻറ്റേർണൽ മാറ്റേഴ്സ് നേരെ നമ്മുടെ ആൾക്കാരെ അവിടുന്ന് ഹിന്ദുക്കളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ കണ്ട റോഹിംഗ്യ എല്ലാം കയറി താമസിക്കുന്നുണ്ടല്ലോ ലക്ഷക്കണക്കിന്. പിന്നെ അവർ വന്നാലെന്താ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവർ വന്നാൽ ഹിന്ദുവാണോ? ഒന്നുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കയറിയല്ലോ, ആ സമയത്ത് ഇന്ത്യ ചെയ്തത് എന്താ? ഫാസ്റ്റ് വിസ കൊടുത്തിട്ട് അവിടുത്തെ നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് മാറ്റി. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ. ആ പോയിന്റ്, യെസ് യെസ്. കൊടുത്ത മാതിരി നിങ്ങൾക്ക് കൊടുത്തൂടെ? എന്താ സർ കൊടുക്കാത്ത? അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അത്ഭുത കൃത്യങ്ങൾ. പല സമയത്തും നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇടപെടണം. കം വാട്ട് മേ, സി ദെർ വിൽ ബി കോൺസിക്വൻസസ്. ബംഗ്ലാദേശിൽ ഇടപെട്ടത് അമേരിക്കയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ രക്ഷ ഞാൻ ഉറപ്പുവരുത്തും എന്ന് ട്രംപ് പറഞ്ഞതുമാണ്. ബട്ട് ട്രംപിന് അധികാരത്തിൽ വരാൻ ജനുവരി 20 ആകും. അതിനു മുമ്പ് മോദി ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എടുത്തതാണ്. നോബഡി ഈസ് ഗോയിങ് ടു ചലഞ്ച് മോദി.
That's true. ഇൻ ബംഗ്ലാദേശ്. മാത്രമല്ല ഇത്തവണ ആക്ഷൻ എടുക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ആ ചിക്കൻ നെക്ക് അതൊക്കെ അങ്ങ് വലുതാക്കി കുറേ സ്ഥലം കൂടെയൊക്കെ എടുത്തിട്ട് ബാക്കി ഇട്ടാവട്ടെ ഈ സ്ഥലമാണ് ബംഗ്ലാദേശ് പോടാന്ന് പറയാം. ചിറ്റഗോങ് തുറമുഖമടക്കം നമുക്ക് അവകാശപ്പെട്ടതാണ്. ചിറ്റഗോങ്ങിൽ 98.5% ഹിന്ദുക്കളും ബൗദ്ധന്മാരുമായിരുന്നു പാർട്ടീഷൻ്റെ സമയത്ത്. അവിടെ 1947 ഓഗസ്റ്റ് 15 ത്രിവർണ്ണ പതാകയാണ് പൊക്കിയത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ നെഹ്റു പറയുകയാണ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ബ്രിട്ടീഷ്, ഇല്ല നിങ്ങൾ പാകിസ്ഥാനിലാണ്. അവർ വേണം, ഞങ്ങളെന്തിന് പാകിസ്ഥാനിൽ, ഞങ്ങൾ മുഴുവൻ ഹിന്ദുക്കളാണ്. ഒളി 1.5% മുസ്ലിങ്ങളുള്ളത്. അവർ വേണമെങ്കിൽ പാകിസ്ഥാനെ പൊക്കോട്ടെ. ഇല്ല, ബലമായിട്ട് ഇതിനെ ഈസ്റ്റേൺ പാകിസ്ഥാനായി, പിന്നെ ബംഗ്ലാദേശായി. ഇതാണ് ചിറ്റഗോങ്ങിൻ്റെ ചരിത്രം. 24 പർഗനാസ് ഇപ്പോൾ അവർ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട് യൂണിഫൈഡ് ബംഗ്ലാദേശ് ആക്കാൻ. അങ്ങനെ ചെയ്യുമല്ലോ. ഇപ്പുറത്ത് യൂണിഫൈഡ് ബംഗ്ലാദേശ്, അപ്പുറത്ത് ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭ്രാന്തൻ ഐഡിയാസ് കിടന്ന് കളിക്കുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി ദെയർ. ഓൾവേസ് സംബഡി വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വിൽ ബി ഓപ്പറേറ്റിംഗ്. ബട്ട് ദിസ് ഈസ് ഹൈ ടൈം. ഇതിപ്പോൾ സദ്ഗുരു, ശ്രീ ഇവരെല്ലാം ഇതിലിടപെട്ടിട്ടുണ്ട്. നൗ ദർ ഈസ് നത്തിങ് പ്രിവെൻറ്റിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഇൻ്റർഫിയർ വിത്ത് ബംഗ്ലാദേശ് ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ്. ആ ഹിന്ദുക്കളെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ബട്ട് എൻഷുർ ദെയർ സേഫ്റ്റി. അത് നമ്മുടെ ചുമതലയാണ്. ചരിത്രപരമായി മിനിഞ്ഞാന്നാണ് ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഉണ്ടായത്. ബംഗ്ലാദേശ് ഉണ്ടായതെന്ന് 1971. ഈവൻ ഐ റിമെമ്പർ ദാറ്റ്. ബംഗ്ലാദേശിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് വേണ്ടി 5 പൈസയുടെ സ്റ്റാമ്പ് ഇറക്കി ഇന്ദിരാഗാന്ധി. 5 പൈസയുടെ സ്റ്റാമ്പ് സ്കൂൾ കുട്ടികളെല്ലാം നിർബന്ധമായും വാങ്ങണം. കൂടുതൽ പൈസയുള്ളവർ കൂടുതൽ വാങ്ങണം. അന്ന് എൻ്റെ അമ്മ എനിക്ക് 25 പൈസ തന്നു വിട്ടു. നീ 5 സ്റ്റാമ്പ് വാങ്ങും. 25 പൈസ കൊടുത്തിട്ട് ഞാൻ സാറിനടുത്തുനിന്ന് 5 സ്റ്റാമ്പ് വാങ്ങിച്ചു. സ്റ്റാമ്പ് എവിടെയൊക്കെ പോയി. ദിസ് ഈസ് ദ വേ വി ആർ ഹെൽപ്പിംഗ്. ഐ റിമെമ്പർ ദിസ്. 1971 ഞാൻ 10ാം ക്ലാസ്സിലെത്തിയിരുന്നു. ജസ്റ്റ് പാസ് ഔട്ട് ആയിരുന്നു. ഐ വാസ് ഇൻ 10th സ്റ്റാൻഡേർഡ്. അപ്പോൾ ബംഗ്ലാദേശ് ഉണ്ടായതൊക്കെ എന്നെ പോലുള്ളവരുടെ കൺമുമ്പിലാണ്. അവർ വേറെയാണ്, അത് വേറൊരു രാജ്യമാണ്. എന്ത് വേറൊരു രാജ്യം? മിനിഞ്ഞാന്ന് വരെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, മിനിഞ്ഞാന്ന് വരെ നമ്മുടെ പാർട്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ തെമ്മാണിത്തരം കാണിക്കുന്നു. മുഹമ്മദ് യൂനിസ് ആരാണെന്ന് ഞാൻ ചോദിക്കുക മുഹമ്മദ് യൂനിസിനോട്. ഈ ഡസൻ ഹാവ് എനി ഗട്ട്സ്. ഇവരെയൊക്കെ വലിയ ആൾക്കാരായിട്ട് ചുമന്നുകൊണ്ട് നടക്കാൻ കുറേ പേരുണ്ട് എന്നുള്ളതല്ലാതെ വേറെ എന്താ? മുഹമ്മദ് യൂനിസ് ഇപ്പം മിണ്ടുന്നില്ലല്ലോ. അതെ സർ. ഈ റീസെൻറ്റ് കാലത്ത് 2000 ഐ തിങ്ക്, ഐ ഡോണ്ട് നോ ഇയർ എനിക്ക് ഓർമ്മ വരില്ല, 2017 സംതിങ്, ഈ മുഹമ്മദ് യൂനിസിന് മാതാപിതാന്തമായി ഇവിടെ ഒരു ടെക്നിക്കൽ ഫെസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. മുഹമ്മദ് യൂനിസ് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഹീ ഈസ് വെരി ഗുഡ്. ഐ മീൻ ഐ എം ഇംപ്രസ്ഡ് വിത്ത് ഹർ വർക്ക്. ചില ഗവൺമെൻറ്റ്സിന് പോലും ചെയ്യാൻ പറ്റാത്തതാണ്. അതേമാതിരി മാതാ അമൃതാത്മയുടെ ഓർഗനൈസേഷൻ അവിടെ ബംഗ്ലാദേശിലും കുറേ റിലീഫ് വർക്ക് ചെയ്യുന്നു. അവർക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ഈ ഭംഗി വാക്കും പഴയ ചരിത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുഹമ്മദ് യൂനിസ് വിചാരിച്ചാൽ പോലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. മുഹമ്മദ് യൂനിസിന് എന്ത് പവറുണ്ടെന്നാണ്? ഇറ്റ് ഹാസ് ഗോൺ ടു ജിഹാദീസ് ഹാൻഡ്. അവർ പറയുന്ന പോലെ മുഹമ്മദ് യൂനിസിനെ കേൾക്കാം എന്നല്ല. അല്ലാതെ യൂനിസ് വിചാരിച്ചാൽ പോലും അങ്ങേര് വിചാരിക്കാൻ പോകുന്നില്ല. പരമക്കളനാണ് ഈ യൂനിസൊക്കെ. ഇനി അഥവാ അയാൾ വിചാരിച്ചു എന്ന് വയ്ക്കുക, അയാളുടെ ഒരു ഇൻ്റർനാഷണൽ ഇമേജിന് ദോഷമാണെന്നൊക്കെ വിചാരിച്ചാലും ഇവർ സമ്മതിക്കില്ല. ദേ വിൽ മസാക്കർ ഹിന്ദുസ്. യുനോ, അത് ഒരുമാതിരി IS ടൈപ്പ് സംഘടനകളൊക്കെയാണ്. ISI ഉണ്ട്, പാകിസ്ഥാൻ ബാക്ക്ഗ്രൗണ്ട്, ജമായത്തെ ഇസ്ലാമിയുണ്ട്. ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർ എന്താ വഴി? അപ്പോൾ സർജിക്കൽ സ്ട്രൈക്കോ വല്ല അജ്ഞാതനോ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവണ്ടേ ഇത് അവിടെ ഒരു ചേഞ്ച് വരുത്താൻ? അല്ലെങ്കിൽ ബിക്കോസ് ഐ മീൻ ചിന്മയ കൃഷ്ണദാസ് ഓൺ വൺ സൈഡ്, ബട്ട് ദ ഹോൾ country is also in threat because of this. See, ഇതൊക്കെ ഡിപ്ലോമസിയിൽ ഹൗ ദ അതർ കൺട്രീസ് വിൽ ബിഹേവ് അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കാം. നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകും.
ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം, അത് ബംഗ്ലാദേശാണ്, വേറെ രാജ്യമാണ്, നമ്മളെന്തിനാണ് അത് നോക്കുന്നത് എന്ന് പറഞ്ഞ് ടെക്നിക്കലി നമുക്ക് ഉപേക്ഷിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരുന്നത് ഭാരതത്തിനുള്ളിലെ ഹിന്ദുക്കൾക്ക് ഭരണകൂടത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. നാളെ എനിക്കിതുപോലെ വന്നു കഴിഞ്ഞാൽ എൻ്റെ രാജ്യം എന്നെ കൈയൊഴിയും. ഇപ്പോൾ കേരളത്തിലെ ഒരു സാധാരണ ഹിന്ദുവിനെ നോക്കുക, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ എൻ്റെ രാജ്യം എന്നെ പുറത്താക്കിയിട്ട് മറ്റ് കാര്യങ്ങൾ ആലോചിക്കുന്നു. കേരളം വേറെയാണ്, വെറുതെ നമ്മളെന്തിനാ കേരളത്തിൽ പോയി തലവയ്ക്കുന്നത് എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഈ രീതിയിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകും ആൾക്കാർ. ഇപ്പം ഒരു ആശങ്കയുള്ള മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. ഇതൊന്നും നടക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും സാമാന്യ ബുദ്ധിക്ക്. ബട്ട് ഒരു ആശങ്കയിൽ ടെൻഷനിൽ വരുന്ന ആൾ പല രീതിയിലും ചിന്തിക്കും. ജീവരക്ഷയുടെ കാര്യം വന്നു കഴിയുമ്പോൾ എവിടെയാണ് എനിക്ക് രക്ഷ കിട്ടുന്നത്, ഈ മനുഷ്യനെ ഏതായാലും വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. സോ ഇറ്റ് ഈസ് ഓൾ ദ മോർ റിക്വയർഡ്. ഭാരതത്തിൻ്റെ തന്നെ ആവശ്യമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. അത് ബോൾഡായിട്ട് അതിലിടപെടണം. യു ഹാവ് എ മിലിറ്ററി, യു ഹാവ് വെപ്പൺസ്, യു ഹാവ് ഡിപ്ലോമാറ്റ്സ്, യു ഹാവ് എവറിഥിങ്. ദ ഹോൾ വേൾഡ് ദേ വിൽ അബ്സ്റ്റെയിൻ ഫ്രം. ഇപ്പോൾ അമേരിക്ക അല്ലാതെ വേറെ ആർക്കും ബംഗ്ലാദേശിൽ ഒരു താല്പര്യവുമില്ല. വേണമെങ്കിൽ ചൈനയ്ക്ക് ഉണ്ടെന്ന് പറയാം, ബട്ട് ചൈന ഒരു ബിയോണ്ട് സർട്ടൻ പോയിൻ്റൊന്നും ചൈന പോകാൻ പോകുന്നില്ല. സോ യു ക്യാൻ ടേക്ക് എ ബോൾഡ് ഡിസിഷൻ സെയിങ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ഡു ദിസ്. ഞാൻ ബംഗ്ലാദേശിൻ്റെ ഒരു പാർട്ട് കൂടെ ഇന്ത്യയിലേക്ക് അനക്സ് ചെയ്യുന്നു, അവിടെ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഹിന്ദുക്കളെ വേണ്ടല്ലോ, യുനെസ്കോനോട് പറയും യു ഡോണ്ട് നീഡ് ഹിന്ദുസ്. Hindus are a damn lot. Okay, I'll take them. We will take your problem, alle. Along with that, we'll take something. Because we need place also. അവർക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടേ? ബംഗ്ലാദേശ് ഹിന്ദുക്കളെ വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ ശരി, ഹിന്ദുക്കളെ വേണ്ട, അവർക്ക് ഞങ്ങൾ ഇത്രയും സ്ഥലവും കൂടെ കൊടുത്തിരിക്കുന്നു, പോക്കോ, ഞങ്ങൾ ഫുൾ ഇസ്ലാം. അതല്ലേ അതിൻ്റെ ന്യായം. അങ്ങനെയാണല്ലോ ഇവർ പോയത്. ഞങ്ങൾ മുസ്ലിങ്ങൾ കൂടുതലാണ് ഈ പ്രദേശത്ത്, അതുകൊണ്ട് ഈ പ്രദേശം ഞങ്ങൾക്ക് വേണം. ശരി, ഹിന്ദുക്കൾ കൂടുതലുള്ള പ്രദേശം അത് അവർക്കും കൊടുക്കുക. ബംഗ്ലാദേശിൻ്റെ ഒരു കഷ്ണം ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് താമസിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. ഇപ്പോൾ സ്പ്രെഡായിട്ട് കിടക്കുന്ന ആൾക്കാരോട് യു കം കോൺസെൻട്രേറ്റഡ് ആൻഡ് ബിലോ ദറ്റ് ചിക്കൻ നെക്ക്, ആ പോർഷൻ ബംഗ്ലാദേശിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഹിന്ദുക്കളെല്ലാം അവിടെ വന്ന് താമസിക്കാൻ പറയുക. കുറേ അസൗകര്യങ്ങളുണ്ടാവാം, ബട്ട് സ്റ്റിൽ ദാറ്റ് വിൽ ബി എ പെർമനൻറ്റ് സൊല്യൂഷൻ. അതല്ലാതെ വെറുതെ ഇത്രയും ഹിന്ദുക്കളെ ഞാൻ അബ്സോർബ് ചെയ്തോളാം, സ്ഥലമൊക്കെ താനെടുത്തു എന്ന് പറഞ്ഞുള്ള പരിപാടിയൊന്നും നടക്കാൻ പോകില്ല. മാത്രമല്ല, ഇവിടുന്ന് കുറേ അധികം എസ്പെഷ്യലി ഈ റോഹിംഗ്യ മുസ്ലിംസ്, അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചോടിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, അവരെ തിരിച്ചുവിടാനുണ്ട്. കുറഞ്ഞത് ഒരു 10-20 ലക്ഷത്തെ തിരിച്ച് നമുക്ക് അങ്ങോട്ട് വിടാനുണ്ട്. അങ്ങനൊരു സ്റ്റെപ്പ് ഇവരെ കൊണ്ട് ഹിന്ദുസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുമോ സർ? ഇവർ കുറേ പേരെ നമ്മൾ എക്സ്ട്രഡൈറ്റ് ചെയ്താൽ എക്സ്ട്രഡൈറ്റ് ചെയ്താലൊന്നും അവർ മോട്ടിവേറ്റഡ് ആവില്ല. അപ്പോൾ ഈ ഞാൻ പറയുന്നത് when you speak to a government to government communicate, there is no government in Bangladesh. ആരോടാ സംസാരിക്കുക? ഇപ്പോൾ ഈ മുഹമ്മദ് യൂനിസിനോട് സംസാരിച്ചു, അയാൾ തലയാട്ടി എന്ന് വെച്ചാൽ അത് വല്ല അവിടെ നടക്കുമോ? ഇറ്റ് ഈസ് നോട്ട് ഇൻ ഹിസ് കൺട്രോൾ. ബംഗ്ലാദേശ് ചുമ്മാ ഡ്രിഫ്റ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ വെള്ളത്തിൽ പായൽ പോലെ പോകുന്നിടത്തോളം അങ്ങ് പോകുന്നു. നൗ അദാനി സ്റ്റോപ്പ് ദെയർ പവർ സപ്ലൈ. വാട്ട് ഡിഡ് ദേ ഡു? അവർ കരഞ്ഞു, അയ്യോ. ദെൻ 25% മറ്റേ പൈസ കൊടുക്കണ്ടേ? അവസാനം 25% എന്തോ റെസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദി ബേസിക് ഫെസിലിറ്റീസ് ആർ നോട്ട് ദെയർ ഇൻ ബംഗ്ലാദേശ്. എന്നിട്ട് അവർ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ മസിൽ ഫ്ലെക്സ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. സോ വി കൻ ജസ്റ്റ് ഹോപ്പ് ദറ്റ് ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ ഇതെവിടെയെങ്കിലും എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടാവും. ബിക്കോസ് സാർ പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ്. ഞാൻ പറയുന്നത് എവറി ഗവൺമെൻറ് should be backed by the people of that country.
നമ്മൾ നരേന്ദ്രമോദിയെ എലക്ട് ചെയ്തു, ഇനിയിപ്പം മോദി നോക്കിക്കോളണം പറഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ ശരിയാവില്ല. എവറി സ്റ്റെപ്പ് യു ഹാവ് ടു ടെൽ ഹിം ദാറ്റ് വി ആർ സ്റ്റാൻഡിങ് ബിഹൈൻഡ് യു, ആക്ട് ചെയ്യ് എന്ന് പറയണം. അപ്പോഴാണ് ഒരു ധൈര്യം വരുന്നത്. നോർത്തിൽ മുഴുവൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും ഒരു ഗവർണറാണെങ്കിലും ഒക്കെ അവരുടെ കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ശരിയാണ്, പോലീസുണ്ട്, ശരി, കാര്യമൊക്കെ ശരി. ബട്ട് ആൾക്കാരെൻ്റെ കൂടെ ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടിയല്ലേ, വോട്ട് കിട്ടി, പക്ഷെ അത് കഴിഞ്ഞിട്ട് മാസം ഇത്രയായില്ലേ, ഈ ഇഷ്യൂവിൽ ജനം കൂടെയുണ്ടോ? അപ്പോൾ ഉണ്ട്. സദ്ഗുരു കൂടെയുണ്ട്, ശ്രീ ശ്രീ രവിശങ്കർ കൂടെയുണ്ട്, അമൃതാനന്ദമയി കൂടെയുണ്ട്, നിരവധി സന്യാസിമാരുണ്ട്. ഓർഡിനറി പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ, ലൈക്ക് യു ആർ വെയറിങ് എ ബ്ലാക്ക് ഡ്രസ് അറ്റ്ലീസ്റ്റ് ടു ഷോ യുവർ പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഭരണകൂടത്തിന് ഒരു ധൈര്യം വരും, ഓക്കെ, മൈ കൺട്രി ഈസ് വിത്ത് മീ, ലെറ്റ് us ആക്ട്. സോ ദാറ്റ് സിഗ്നൽ ഹാസ് ടു ബി ടൈം ആൻഡ് അഗെയിൻ വി ഹാവ് ടു ഗിവ് ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നിരന്തരം സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഗുഡ്, യു ഹവ് ഡൺ എ ഗുഡ് ജോബ്, വി ആർ വിത്ത് യു എന്നുള്ളത് കൊടുത്താലേ ഭരണാധികാരിക്ക് ഒരു ധൈര്യം കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഭരണമുണ്ട്, ചെയറുണ്ട്, പക്ഷേ ഇതെന്താവും എന്നൊക്കെ അങ്ങേർക്കും ഒരു ആശങ്കയുണ്ടാവില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ ലെറ്റ് us be united and tell or demand Modi that you must act now before getting it too late. താങ്ക് യു സർ. എല്ലാവരോടും അവരവരുടെ പ്രതികരണം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പേഴ്സണലി ഐ എം വെരി കൺസേൺഡ്. അത് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു.